തോട്ടങ്ങളിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഈ ചെടി എന്താണെന്നും ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്നും ഈ വീഡിയോയുടെ ഒടുവിലായി പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇത് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബറും തോട്ടത്തിലെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇത് ശരിക്കും ഏപ്രിൽ മാസത്ത് അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടുകൂടെ പൂവുണ്ടാകുന്ന ഒരു തരം ചെടിയാണ്. ചെടി എന്താണെന്ന് ഞാൻ പറയാം. നല്ല വേനൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേനൽ മഴ പെയ്യുമല്ലോ, ആ വേനൽ മഴ പെയ്യുമ്പോഴാണ് ഈ ചെടി പൂക്കുന്നത്. ഞാൻ ടാപ്പിംഗ് ചെയ്യുന്ന തോട്ടമാണ്. ഈ തോട്ടത്ത് കൂടുതലായിട്ട് ഈ ചെടിയുണ്ട്. ഇത് ഞാൻ ഈ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി നശിപ്പിച്ച് കളയാറില്ല. കാരണം വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നതെങ്കിലും ഇത് മനോഹരമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇതിനെ നശിപ്പിച്ച് കളയാറില്ല. ഇതെന്താണെന്ന് പറയാം. അതിൻ്റെ പൂവാണിത്. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്. അതുണ്ടോ, ഇതാണ് പൂ. ഇത് നാളെ വിരിയാനുള്ള മൊട്ടാണിത്. ഇത് ഈ ചെടിയാണ്. അതിൻ്റെ ചെടി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ ചെടിയുടെ അടിയിൽ ഒരു ഉള്ളി പോലെ ഒരു സാധനമുണ്ട്. ഒരെണ്ണം ഞാനിങ്ങനെ മണ്ണിൻ്റെ പുറത്തിരിക്കുന്ന കാണിക്കുക. ഈ ഉള്ളിയുടെ അവിടെ നിന്ന് ഫസ്റ്റ് വരുന്നത് ഒരു തണ്ട് ഇങ്ങനെ വന്നിട്ട് തണ്ടിൽ 2 പൂവുണ്ടാകും. ഒരു തണ്ടിൽ 2 പൂവേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഇതുപോലെ കരിഞ്ഞുണങ്ങി പൂവാടിപ്പോയി, പിന്നെ ഇതങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ ഇല വരും. ഇതുപോലെ പുതിയ ഇല വന്ന് പുതിയ ചെടിയായിട്ട് അങ്ങ് മാറും. ഇത് സംഭവം പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കും. ഇതിൻ്റെ പേരാണ് കാട്ടുള്ളി. കാട്ടുള്ളിയാണത്. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കാട്ടുള്ളി ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒട്ടനേകം വീഡിയോസ് കാണാം. അതിൻ്റെ ഗുണങ്ങളും എന്തിനൊക്കെ ഉപയോഗിക്കുന്നെന്നൊക്കെ അറിയാൻ പറ്റും. എനിക്കറിയാവുന്ന ഒരു ഉപയോഗത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇത് മണ്ണിനടിയിലാണ് ഇരിക്കുന്നെങ്കിലും പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് ഈ ചെടി പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് നശിപ്പിച്ച് കളയത്തില്ല. അതുകൊണ്ടാണ് ഈ മണ്ണിൻ്റെ വെളിയിലാണ് ഇതിരിക്കുന്നതെങ്കിൽ ഞാൻ ഇത് പറിച്ച് എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് താല്പര്യപ്പെടാത്തത്. പക്ഷേ തീരെ ചെറുതൊരെണ്ണം ഇങ്ങനെ പുറത്ത് കിടന്നതുകൊണ്ട് അത് മാത്രം എന്താണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എനിക്കറിയാവുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ചെടി ഇതൊരെണ്ണം പറിച്ചെടുക്കുക. ഇതിൻ്റെ പുറമേയുള്ള തോലിങ്ങനെ കളയുക. കളഞ്ഞിട്ട് ഈ സംഭവം ഒരു കല്ലിൽ വച്ചിങ്ങനെ നന്നായിട്ട് ഉരയ്ക്കുക. ഉരയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ കിട്ടും. ഇത് കാലിൽ ആണിയുള്ളവർ ആണിയുള്ള സ്ഥലത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ ഒരു തുണിയും കൊണ്ട് കെട്ടി വയ്ക്കാമെങ്കിൽ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം അങ്ങനെ ചെയ്താൽ ആണി രോഗം മാറും. ആണി രോഗത്തിന് ഫലപ്രദമായൊരു ഔഷധമാണിത്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ.